നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ വെറും 10 ദിവസം. ഇന്ന് 12-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 23-ാം തീയതി മുതൽ നമുക്ക് പരീക്ഷയാണ്. 23-ാം തീയതി തുടങ്ങി 27-ാം തീയതി 10 ദിവസം കൊണ്ട് പഠിച്ചില്ലാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ 6 സബ്ജക്റ്റ് ഉള്ളവർക്ക് പോലും മിനിമം 6 ദിവസം മതി പഠിച്ച് തീർക്കാൻ. മാക്സിമം 5 അല്ലെങ്കിൽ 6 ദിവസം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. 2 സബ്ജക്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ പഠിച്ചു തീർക്കാം. ഈസി ആയിട്ട് വരും. കാരണം നമ്മുടെ നിങ്ങൾ ശരി പബ്ലിക് എക്സാമിൻ്റെ ഗ്യാപ്പിൽ പോലും 1 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുന്നവരില്ലേ, ഉണ്ട്. പക്ഷെ നിങ്ങൾ തലേ ദിവസത്തേക്ക് വെച്ചോണ്ടിരിക്കരുത്. നിങ്ങൾ പഠിക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പം പലരും ചോദിക്കുന്നുണ്ട്, ഒരുപാട് രക്ഷാകർത്താക്കളും കുട്ടികളും നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്, സാറേ ഇപ്പം ഇനി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ക്ലാസ് തരും. അന്നേരത്തിന് ഫുള്ള് ക്ലാസ് അങ്ങ് തരിക. അന്നേരം നിങ്ങൾക്ക് അന്നേരം ആ ദിവസം തന്നെ ഫുള്ള് പഠിക്കാൻ തുടങ്ങാം. അല്ലാതെ അതിന് ഒരു ഡിലേയും അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് വളരെ തുച്ഛമായ ഫീസും ആക്കി. അതായത് ഇപ്പോൾ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ, ഒരു വിഷയത്തിന് ഇത്ര ഇതേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ വിഷയത്തിന് ഇത്രയും ഫീസേ ഉള്ളൂ. അത് നമുക്കിനി നമ്മുടെ ഭാവിയാണ്, ഫ്യൂച്ചറാണ്. നിങ്ങൾ മാക്സിമം പഠിക്കുക. ഓൺലൈൻ ബാച്ചസ് ചേരണമെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം അവസരങ്ങളായിട്ട് യൂസ് ചെയ്യുക. കാരണം പെട്ടെന്ന് പഠിച്ച് ക്ലിയർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള നമ്മൾ അടുത്ത ദിവസം കൊടുക്കുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടും. അന്നേരം നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അന്ന് തന്നെ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അന്ന് നല്ല ഫുള്ള് ക്ലാസ്, ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അന്നേരം 10 ദിവസം എഫക്റ്റീവായിട്ട് പഠിക്കുക, ജയിക്കാൻ വേണ്ടി പഠിക്കുക, ഡബിൾ പാസ് മാർക്കിന് വേണ്ടി പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ നമുക്ക് അതിനുശേഷം സന്തോഷിക്കാം, അർമാദിക്കാം. അന്നേരം എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.